നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതിയ മാതൃകയിലുള്ള പെറ്റി ഡ്രൈവിംഗ് ലൈസൻസായി മാറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് പൊതുജനങ്ങൾക്കുള്ളത്. ഒന്ന്, നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സാധുതയുമായി ബന്ധപ്പെട്ടാണ്. തീർച്ചയായും നിലവിലുള്ള ലാമിനേറ്റഡ് കാർഡ് രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിന് അതിൻ്റെ കാലാവധി അവസാനിക്കുന്നത് വരെ സാധുത ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മിക്കുക. മാത്രവുമല്ല, അടുത്ത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകൾ ഡ്രൈവിംഗ് ലൈസൻസിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് പുതിയ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ക്ലാസ് ആഡ് ചെയ്യുക, മേൽവിലാസം മാറ്റുക, പുതുക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും സർവീസുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സർവീസ് ചെയ്യുന്ന സമയത്ത് പുതിയ മാതൃകയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ തിരക്കിട്ട് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസിന് ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നിരുന്നാലും നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതിയ മാതൃകയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസായി മാറ്റി വാങ്ങുന്നതിന് സംസ്ഥാന സർക്കാർ അതിൻ്റെ ഫീസ് ഇപ്പോൾ കുറച്ച് നൽകിയിട്ടുണ്ട്. 245 രൂപ അടച്ചാൽ നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതിയ മാതൃകയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസായി മാറ്റി വാങ്ങാവുന്നതാണ്. പരിവാഹൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി ലൈസൻസ് റിലേറ്റഡ് സർവീസിൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന വിൻഡോയിലാണ് ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇരുപുറവും സ്കാൻ ചെയ്ത് ഒറ്റ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന വിൻഡോ വഴി സമർപ്പിക്കേണ്ടതാണ്. മാത്രവുമല്ല, നിലവിലുള്ള താൽക്കാലിക മേൽവിലാസം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. ആ മേൽവിലാസത്തിലേക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് സ്പീഡ് പോസ്റ്റ് മുഖാന്തരം അയച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായ മേൽവിലാസമാണെന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ കൃത്യമായ ഫോൺ നമ്പറും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും കാരണവശാൽ നിലവിലുള്ള താൽക്കാലിക മേൽവിലാസത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസിനല്ല അപേക്ഷ സമർപ്പിക്കേണ്ടത്, പകരം ചേഞ്ച് ഓഫ് അഡ്രസ്സിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ അഡ്രസ്സ് തെളിയിക്കുന്നതിനാവശ്യമായ ഡോക്യുമെൻ്റ് കൂടി അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ചില പഴയ കമ്പ്യൂട്ടറൈസേഷന് മുമ്പുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ, പേപ്പർ രൂപത്തിലുള്ളതോ ബുക്ക് ഫോമിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ ഓൺലൈനിൽ ലഭ്യമല്ല. അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി അത് ഇഷ്യൂ ചെയ്തിട്ടുള്ള RT ഓഫീസുമായി ബന്ധപ്പെട്ട് ബാക്ക്ലോഗ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് വഴി നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനിലേക്ക് ഡാറ്റ എൻട്രി ചെയ്ത് വാങ്ങേണ്ടതാണ്. ഒരു തവണ അങ്ങനെ ഡാറ്റ എൻട്രി ചെയ്താൽ പിന്നെ എല്ലാ സർവീസുകളും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. അതിന് അതായത് RT ഓഫീസിൽ നിന്നാണോ ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയിട്ടുള്ളത് ആ RT ഓഫീസുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. ചില അപേക്ഷകൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റിജക്റ്റഡ് ഡാറ്റാബേസിലാണ് എന്ന് കാണിക്കുന്ന ഒരു മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ RT ഓഫീസുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകൾ ചെയ്തിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസിനാണ് ആ തരത്തിലുള്ള റിമാർക്കുകൾ കാണിക്കുന്നത്. ഇത് സംസ്ഥാനത്തെ ഏത് RT ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ സമീപിച്ചാൽ നിമിഷങ്ങൾക്കകം തന്നെ ആ റിജക്റ്റഡ് ഡാറ്റാബേസിൽ നിന്ന് ആ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡാറ്റ ഓൺലൈനിലേക്ക് മാറ്റി നൽകുന്നതാണ്. ഡീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് അത് മാറ്റി നൽകുന്നത്. നിമിഷങ്ങൾക്കകം തന്നെ അത് ചെയ്തു നൽകുന്നതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ബന്ധപ്പെട്ട RT ഓഫീസിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ആ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു റിക്വസ്റ്റ് സഹിതം മെയിൽ ചെയ്ത് നൽകിയാലും ഡീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുനഃസ്ഥാപിക്കുന്നതാണ്.